നമസ്കാരം. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള സുവാണി ഒരു സ്പിരിച്വാലിറ്റിയുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനത്തിൻ്റെയും ചാനലായിട്ടാണ് ഇത് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആബാലവൃത്ത ജനങ്ങളും ഇത് കാണേണ്ടതാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഇന്നിനെ എങ്ങനെ മനോഹരമാക്കാം, ഇന്നലകളിൽ അഭിരമിച്ച് ഇന്നലകളിൽ ചെയ്ത തെറ്റുകളും നന്മയും തിന്മയുമെല്ലാം അതാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കാതെ ഇന്നിൻ്റെ എന്നെ അറിയുവാനും, ഇന്ന് എന്ന് പറയുന്നത് അത് ഈ വർഷമാകാം, ഈ മാസങ്ങളാകാം, ഈ ആഴ്ചയാകാം, ഈ ദിവസമാകാം, ഈ മണിക്കൂറാകാം, ഈ മിനിറ്റാകാം, ഈ സെക്കൻഡാകാം, ഈ നാഴികയാകാം, ഈ ഓരോ മൊമെൻറ്റുമാകാം. ഈ ഇന്നൽ ജീവിക്കാൻ പഠിക്കുകയും നാളെയുടെ ആശങ്കകളെ വല്ലാതെ മണ്ടയിൽ കയറ്റി നാളെയാണ് കുഴപ്പം വരുന്നതെന്ന് ചിന്തിക്കാതെ ഇന്നിനെ നന്നായി കൊണ്ടുപോയാൽ അത് നാളുകളിലേക്കുള്ള ഒരു നിക്ഷേപം കൂടി ആയിരിക്കുമെന്ന് തിരിച്ചറിയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ആത്മീയതയാണ് ഇന്ത്യൻ സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത്. നീ ആരെന്ന് തിരിച്ചറിയണം. നീ കേവലം ശരീരവും മനസ്സും ആത്മാവും ജീവനും ഒന്ന് മാത്രമല്ല, നീ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും ഭാഗമായിട്ടുള്ളതാണ്. നിനക്കും രണ്ടു കണ്ണ്, മറ്റ് നിൻ്റെ സഹോദരങ്ങൾക്കും അംഗപരിമിതർ ഒഴിച്ചിട്ടുള്ള വന്നിരിക്കുന്ന എല്ലാവർക്കും, അതൊരു വേറൊരു വിഭാഗമാണല്ലോ, അല്ലാതെ ഇരിക്കുന്ന എല്ലാവർക്കും നിനക്കും രണ്ട് കണ്ണ്, അവർക്കും രണ്ട് കണ്ണ്. നിനക്കും ഒരു മൂക്കാണുണ്ട്, രണ്ട് സൈഡുള്ളൊരു മൂക്കാണുള്ളതെങ്കിൽ അവർക്കും അങ്ങനെ തന്നെ. നിനക്ക് രണ്ട് ചെവിയെങ്കിൽ അവർക്കും അങ്ങനെ തന്നെ. നിനക്ക് രണ്ട് കൈയെങ്കിൽ അവർക്കും അങ്ങനെ തന്നെ. അവർക്ക് രണ്ട് കാലെങ്കിൽ നിനക്കും അങ്ങനെ തന്നെ. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും ജീവിക്കുന്നതിനാവശ്യമായുള്ള എല്ലാ വായുവും ഇവിടെയുണ്ട്. അത് നീ എടുത്ത് ശ്വസിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും കുടിക്കുന്നതിനും കുളിക്കുന്നതിനും കൂത്താടുന്നതിനും സകലതിനും സകല ചരാചരങ്ങൾക്കുമുള്ള വെള്ളം ഇവിടെയുണ്ട്. അപ്പോഴും പലരും പറയും 100% വെള്ളമെടുത്താൽ, വെള്ളത്തെ 100% കണക്കാക്കിയെടുത്താൽ ഒരു 97% കടലിലല്ലേ കിടക്കുന്നത്, കായലിലല്ലേ, ഉപ്പുവെള്ളമല്ലേ, എടുത്തു ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. 3% മാത്രമല്ലേ ഉള്ളൂ. അതിൽ തന്നെ 2-2.5% കിടക്കുന്നത് മഞ്ഞുമലകളിലല്ലേ. ഒരു 0.5% താഴെ വെള്ളം വെച്ചല്ലേ മാനവരാശി ഓടേണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് വിവരവും വിജ്ഞാനവും ഉള്ളവരും അറിവുള്ളവരും ഡിഗ്രി ഉള്ളവരും ഒക്കെ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഒരു കുടമെടുക്കുമ്പോൾ അതിലൊരു തുള്ളിയാണ് ശുദ്ധം എന്ന് പറയുമ്പോൾ ആ ഒരു തുള്ളി, ഞാൻ ഈ പറയുന്ന 0.5%, 0.667% എന്നൊക്കെ പറയുന്ന 1% താഴെയുള്ള വെള്ളമുണ്ടല്ലോ, അതെല്ലാവരുടെയും എല്ലാ കാലത്തെയും ആവശ്യത്തിൻ്റെ 42 ഇരട്ടി വെള്ളമുണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? വെള്ളമില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്ന അളവിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ ജീവിതത്തിൽ എല്ലാം അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ. വെള്ളം പോലെ തന്നെ എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും നാം വിചാരിക്കുന്ന അളവിൽ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന കാലത്ത് വിചാരിക്കുന്നിടത്ത് വിചാരിക്കുന്നത് പോലെ നമുക്കൊന്നും കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലകളിൽ ഞാൻ പറഞ്ഞ പോലെ അഭിരമിക്കാതെ ഇന്നിൽ ജീവിക്കണം. ഇവിടെ വന്നിട്ടുള്ള പുല്ല് മുതൽ പൂനാര വരെ ഉറുമ്പ് തൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തേക്കാൾ എത്രയാണോ തൻ്റെ ശരീരഭാരം അതിൻ്റെ 8 ഇരട്ടി വലിപ്പമുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ പോലും എത്ര വരും? വളരെ കുറച്ചേ വരത്തുള്ളൂ. അത് എടുത്തുകൊണ്ട് പോയി പലവട്ടം എടുത്തുകൊണ്ട് പോയി കരുതി വയ്ക്കാനുള്ള കഴിവ് ഉറുമ്പിന് കൊടുത്തിട്ടുണ്ട്. ആ ഉറുമ്പിന് ആ കഴിവുള്ളത് കൊണ്ടാണ് ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഉറുമ്പ് നടന്നു പോകുമ്പോൾ, വരിയായി പോകുമ്പോൾ, ആ ഉറുമ്പുകളുടെ വരികൾക്കിടയിൽ കൈകൊണ്ടൊന്ന് ചൂടാക്കി വെറുതെ ഒന്ന് വരച്ച് ചൂടാക്കുക, ചൂടാവുന്നവരൊന്ന് ഉരയ്ക്കുക. അപ്പോൾ ബാക്കി വരുന്ന ഉറുമ്പുകൾ തിരിച്ചു പോകുമ്പോൾ മറ്റുറുമ്പിൻ്റെ ചെവിയിൽ ഒന്ന് ശരീരത്തിൽ സ്പർശിച്ചിട്ടാണ് പോകുന്നത്. അങ്ങ് ആ സ്പർശനമെന്ന് പറയുന്നത് ഇനി അപകട മേഖലയാണ്, മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. അതേസമയം നമ്മളൊരു ബെഡ്റൂമിൻ്റെയോ ഏതെങ്കിലും റൂമിൻ്റെയോ നടുക്ക് ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കപ്പലണ്ടി കിടന്നാൽ എവിടെയാണ് എല്ലാ ഉറുമ്പുകളും അവിടെ വരുന്നത്? എങ്ങനെയാണ്? അങ്ങനെ വരാൻ കഴിയണമെങ്കിൽ മനുഷ്യൻ്റെ എത്രയോ ഇരട്ടി ഘ്രാണശക്തി, എത്രയോ ഇരട്ടി സ്മെല്ലിനുള്ള ശക്തി കിട്ടാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ ഉറുമ്പിന് അങ്ങനെ വരാൻ കഴിയുന്നത്. ആനയ്ക്ക് കൊമ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആനയ്ക്ക് വണ്ണവും കൂടി കൊടുത്തു. അതുകൊണ്ടാണ് ആനയെ കുഴികളിൽ തള്ളിയിടാൻ കഴിയും. അതേസമയം കുതിരയ്ക്കാണെങ്കിൽ കൊമ്പ് കൊടുത്തിട്ടില്ല. അതേസമയം കുതിരയ്ക്ക് വേറെ വലിയ ശക്തി കൊടുത്തിട്ടുണ്ട്. കുതിരശക്തി എന്നൊക്കെ പറയും നമ്മൾ. ശക്തി കൊടുത്തിട്ടുണ്ട്. ഓടാനും ചാടാനും അശ്വമേധയാഗങ്ങൾക്ക് പോകാനുള്ള ശക്തി കുതിരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ വന്നിട്ടുള്ള ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് അതിൻ്റെതായ നിലനിൽപ്പിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് അങ്ങനെ, കടലിലുള്ളവർക്ക് അങ്ങനെ, ഇനി കരയിലും കടലിലും ജീവിക്കുന്നവർക്ക് അങ്ങനെ, ഏത് സാഹചര്യത്തിലും മനുഷ്യന് പല രൂപത്തിൽ പോകാനുള്ള എല്ലാം ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പ്രപഞ്ചത്തെ പഠിക്കുക എന്നുള്ളതാണ് നാം പഠിക്കേണ്ട സ്പിരിച്വാലിറ്റി, ആത്മീയത. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നലകൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇന്നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എളുപ്പമല്ല, പക്ഷെ അങ്ങനെ ചിന്തിച്ച് പഠിച്ചാൽ ഇന്നെൻ്റെ കയ്യിലുണ്ട്. ആ ഇന്നിനെ എനിക്കെങ്ങനെ വളരെ ക്രിയേറ്റീവ് ഉപയോഗിക്കാം. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ ആനന്ദത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം,
എൻ്റെ സന്തോഷത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം? അത് ഞാൻ എഴുതിയിട്ടാണ്, വായിച്ചിട്ടാണ്, പറഞ്ഞിട്ടാണ്, പ്രഭാഷണം നടത്തിയതാണ്, TV ചെയ്തിട്ടാണ്, വീഡിയോ ചെയ്തിട്ടാണ്, ഗസ്റ്റായി പോയിട്ടാണ്, ആങ്കറായി പോയിട്ടാണ്, എന്ത് ചെയ്തിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ പിന്നെ കായികമായി ജോലി ചെയ്തിട്ടാണ്, കൃഷി പരിപാടി ചെയ്തിട്ടാണ്, എന്തു ചെയ്തിട്ടാണ് എനിക്ക് ആനന്ദം കിട്ടുന്നത്, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്. ഇന്ത്യൻ സ്പിരിച്വാലിറ്റി പറയുന്ന ഒരു കഥയാണത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ക്രിയാത്മകത എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, ഓരോരുത്തർക്കുമുള്ളതാണ്, ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് മറ്റൊരാളിൽ നിന്ന് കടമെടുക്കാൻ കഴിയുന്നതല്ല. കണ്ടു പലതും മനസ്സിലാക്കാം, പക്ഷെ നമുക്ക് കടമെടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കൊരാളെ കൊല്ലാം, ഒരാളിൻ്റെ ആശയങ്ങളെ നിലനിർത്താം, അയാളുടെ പുസ്തകങ്ങൾ കത്തിക്കാം, ആളിനെ തന്നെ നിങ്ങൾക്ക് നിഷ്കാസനം ചെയ്യാം. പക്ഷേ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ, ആ ആളിൻ്റെ ക്രിയേറ്റിവിറ്റിയെ, അത് നിങ്ങളുടെ ആയാലും എൻ്റെ ആയാലും ക്രിയേറ്റിവിറ്റിയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അത് നശിപ്പിക്കണമെങ്കിൽ ആ ആൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ, വിവിധ സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് സ്വയം നശിച്ചാൽ മാത്രമേ അങ്ങനെ നശിച്ചു പോകുള്ളൂ. അതിൽ മറ്റൊരാളിനെ നമുക്ക് കൊല്ലാൻ കഴിയില്ല. ഒരുപക്ഷെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞാലും, അല്ലെങ്കിൽ വ്യക്തിയെ തന്നെ നമുക്ക് തട്ടാൻ കഴിഞ്ഞാലും, അവരുയർത്തിയ മുദ്രാവാക്യങ്ങൾ, അവരുയർത്തിയ സത്യങ്ങൾ, അവരുയർത്തിയ ദർശനങ്ങൾ ഇവിടെ അന്തരീക്ഷത്തെയും മനുഷ്യനെയും എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഗാന്ധിജി പറഞ്ഞതുപോലെ, ഞാൻ സത്യം പറയുമ്പോൾ ഒരുപക്ഷെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ആരും കേൾക്കുന്നില്ലായിരിക്കാം. കുറേ കഴിയുമ്പോൾ ഈ ശബ്ദമെല്ലാം നിലയ്ക്കുമ്പോൾ എൻ്റെ ശബ്ദം, എൻ്റെ ശരിയുടെ ശബ്ദം, സത്യത്തിൻ്റെ ശബ്ദം ഉയർന്നു നിൽക്കും. എത്രയോ മഹാരഥന്മാരെ, ശാസ്ത്രജ്ഞന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ചുട്ടുകൊന്നു, പല രൂപത്തിൽ, പല ഭാഗത്തിൽ, പല ഭാഷയിൽ, പല ദേശത്ത്. പക്ഷേ എങ്കിലും അവരുയർത്തിയ ദർശനങ്ങൾ, അവരുടെ ചിന്തകൾ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് അനവരതം, അനുസ്യൂതം, വളരെ ഒരു പരമ്പര പോലെ തന്നെ, കടലിൻ്റെ ഇരമ്പൽ പോലെ തന്നെ മാനവരാശിയെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇതാണ് ആത്മീയത, അതാണ് വാസന എന്നൊക്കെ പറയുന്നത്. ഇതിങ്ങനെ ഉണ്ട്. നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പല മനുഷ്യരും. ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ട് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. സ്മാർട്ട് വർക്കിൻ്റെയും കാലം കഴിഞ്ഞു. ക്രിയേറ്റീവ് വർക്കാണ്. ബി ക്രിയേറ്റീവാണ്. ഓരോ നിമിഷവും ക്രിയേറ്റീവാണ്. എല്ലാവർക്കും സൂര്യപ്രകാശം തുല്യമായി തന്നെ കിട്ടുന്നു. ചില സ്ഥലങ്ങളിൽ വ്യത്യാസം, സ്ഥലകാല വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളതൊഴിച്ചാൽ സൂര്യൻ അങ്ങനെ പക്ഷാഭേദമില്ല. അത് സ്ഥലകാല ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. വെള്ളത്തിന് പക്ഷാഭേദമില്ല, വായുവിന് പക്ഷാഭേദമില്ല. ഇതൊന്നും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമയം നാം എങ്ങനെ ഉപയോഗിക്കും? എല്ലാവരും പറയുന്നത് കേൾക്കാം, സമയമില്ല എന്ന്. എന്താണ് സമയമില്ലാത്ത കാര്യം? എല്ലാവർക്കും ഒരുപോലെയല്ലേ ഭൂമിയിൽ സമയം കൊടുത്തിരിക്കുന്നത്? സമയത്തെ കുറച്ച് പേർക്ക് 24 മണിക്കൂറും, കുറച്ച് പേർക്ക് 22 മണിക്കൂറും, കുറച്ച് പേർക്ക് 48 മണിക്കൂറും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ രൂപപ്പെടുത്തുക? ഞാൻ പറഞ്ഞല്ലോ, ചിന്തകളിൽ അഭിരമിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോയി നമ്മളെ നാം സ്വത്വം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പ്രതിസന്ധികളാണിതൊക്കെ. സമയം എല്ലാവർക്കും തുല്യമാണ്. സമയമില്ലെന്ന് പറഞ്ഞാലും കരയരുത്. സമയം കളഞ്ഞു പോയെന്നും കരയരുത്. ഉറങ്ങാനാണ് ഇഷ്ടമെങ്കിൽ ഉറങ്ങുക, ആനന്ദിച്ചുറങ്ങുക. ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഭക്ഷണം കഴിക്കുക, ആനന്ദിച്ച് കഴിക്കുക. മൗനമായി ഒരുപാട് സമയം ഇരിക്കാനാണ് ഇഷ്ടമെങ്കിൽ മൗനമായി ഇരിക്കുക. എഴുതാനാണെങ്കിൽ, വായിക്കാനാണെങ്കിൽ, ഉറങ്ങാനാണെങ്കിൽ, പാട്ട് കേൾക്കാനാണെങ്കിൽ, സംഗീതം കേൾക്കാനാണെങ്കിൽ, ഡാൻസ് ചെയ്യാനാണെങ്കിൽ, എന്താണ് നമുക്ക് ആനന്ദം തരുന്നത് അത് ചെയ്യുക. അതിന് സമയം കണ്ടെത്തുക. അതാണ് പ്രധാനം. കാരണം നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, മറ്റൊരാളിന് വേണ്ടിയിട്ടല്ല. നാം പുറത്ത് നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് പോവുകയും ഉൾവശത്ത് കീറിപ്പോകുന്ന ബനിയനും, സ്ത്രീകളാണെങ്കിൽ പാവാടയും ബ്രായുമൊക്കെ ഇടുന്നതിലൊരു കഥയുമില്ല. നമ്മുടെ ഉൾവശമാണ്, ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന വശമാണ് കൂടുതൽ ശുദ്ധമായിരിക്കേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാനല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹ്യ ജീവിയായി മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. അവിടെ ഒരു പക്ഷേ നമുക്ക് ചില ചിട്ടകളും, ചില ഒത്തുതീർപ്പുകളും, ചില കോംപ്രമൈസുകളും, ചില ധാരണകളും നമുക്ക് ഉണ്ടായേ കഴിയൂ, ചില അച്ചടക്കവും ഉണ്ടായേ കഴിയൂ. അതൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹ്യ ജീവിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വേണ്ടിവരും. അപ്പോഴും ഞാൻ എന്ന വ്യക്തിത്വം, എന്നിലെ ഞാൻ എപ്പോഴും ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കണം, ഞാൻ ആരാണ്? എൻ്റെ അഹമെന്ന് പറയുന്ന ബോധം എന്താണ്? അതിനെ ഞാൻ പ്യൂരിഫൈ ചെയ്യുകയും ഓരോ നിമിഷവും ഞാൻ എൻ്റെ ശരീരം. കൃഷ്ണൻ ഒരിക്കൽ അർജുനനോട് സംസാരിക്കുമ്പോൾ അർജുനനോട് ചോദിക്കുന്നു, ഹേ അർജുന, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അർജുനൻ പറയുന്നു, എൻ്റെ മാതാവിനെയാണ്, പിതാവിനെയാണ്, മാതുലനെയാണ്, ബന്ധുമിത്രാദികളെയാണ്. അവസാനം അല്ലെങ്കിൽ കൃഷ്ണ, നിന്നെ തന്നെയാണ്, ദൈവത്തെ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ പറയും, സോറി, നിങ്ങൾ അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. സോറി എന്ന് പറഞ്ഞു എന്നല്ല, ഭാഷയല്ല, ഞാനത് ആലങ്കാരികമായിട്ട് ഇന്നത്തെ കാലത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു. അർജുന, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിൻ്റെ ശരീരത്തെയാണ്. നിൻ്റെ ശരീരമാണ് ക്ഷേത്രം. അത് നീ ക്ഷയിക്കാതെ നോക്കണം. അവിടെ ഇരിക്കുന്ന നിൻ്റെ മനസ്സാണ്, അവിടെ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹവും നിൻ്റെ മനസ്സാണ് ദൈവം.
അപ്പോൾ നിൻ്റെ മനസ്സും ശരീരവും നീ ശുദ്ധമായി സൂക്ഷിക്കണം. ശുദ്ധമായ ശരീരത്തിൽ മാത്രമേ ശുദ്ധമായ മനസ്സിലിരിക്കാൻ കഴിയൂ. ശുദ്ധമായ മനസ്സുള്ളിടത്ത് മാത്രമേ ശുദ്ധമായ ശരീരമുള്ളൂ. രണ്ടും ശുദ്ധമായിരിക്കുമ്പോഴാണ് ചിന്ത ശുദ്ധമാകുന്നത്. നമുക്ക് അസുഖം വന്നാൽ നാം ചികിത്സിക്കുക തന്നെ വേണം. അതുകൊണ്ടാണല്ലോ വേദകാലങ്ങളിൽ മന്ത്രം പറഞ്ഞതുപോലെ, വേദമന്ത്രങ്ങൾ കണ്ടുപിടിച്ചതുപോലെ ആയുർവേദവും കണ്ടുപിടിച്ചത്, വേദമന്ത്രങ്ങൾ കണ്ടുപിടിച്ചതുപോലെ യോഗയും കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ ഋഗ്വേദത്തിൽ പറയുന്നത് ജ്ഞാനമാണ് പ്രധാനമെന്ന്, യജുർവേദത്തിൽ പറയുന്നു കർമ്മമാണ് പ്രധാനമെന്ന്, സാമവേദത്തിൽ പറയുന്നു ആനന്ദമാണ് പ്രധാനമെന്ന്, അഥർവവേദത്തിൽ പറയുന്നു ഇതെല്ലാം നിലനിർത്തുന്നതാണ്. അതുകൊണ്ടാണ് അഥർവവേദത്തിൻ്റെയൊക്കെ ഭാഗമായി ആയുർവേദം, ആയുസ്സിൻ്റെ വേദം വരുന്നത്, അറിവിൻ്റെ വേദം വരുന്നത്, ആയുസ്സിൻ്റെ അറിവ് വരുന്നത്. അപ്പോൾ വളരെ കൃത്യമായി മനുഷ്യൻ്റെ ആയുസ് എങ്ങനെ കൊണ്ടുപോകാം, അത് ആയുരാരോഗ്യത്തോടുകൂടി കൊണ്ടുപോകുന്നത് എങ്ങനെ, ഇത് പഠിക്കലാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ 50 വയസ്സാകുമ്പോൾ 60 വയസ്സാകുമ്പോൾ ഞാനിനി സ്പിരിച്വലായി ആത്മീയമായി ചിന്തിക്കുന്നു, ഞാനിനി ആത്മീയമായി പോകുന്നു, അതുകൊണ്ട് ഞാനിതാ മൗനത്തിലിരിക്കുന്നു, ഞാൻ കാവി ഉടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ താടി വളർത്തുന്നു, അല്ലെങ്കിൽ ഞാൻ മുടി വെട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സിമ്പലുകൾക്കപ്പുറം കൃത്യമായി അത് സിമ്പലുകൾ വേണമെന്നുള്ളപ്പോൾ ചെയ്യുക. താടി വളർത്തിയാലും താടി വളർത്തിയില്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യാലും എങ്ങനെ ചെയ്താലും നമുക്ക് ജീവിതം എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ആനന്ദം തരുന്നത് ചെയ്യുക എന്നുള്ളതാണ്, സന്തോഷം നൽകുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു കർമ്മബോധമുണ്ട്. ആ ബോധമാണ് നമ്മൾ നയിക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് എന്തുമാത്രം കുഴപ്പമുണ്ടാക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ശരീരത്തിന് എന്ത് കുഴപ്പമുണ്ടാക്കുന്നു, എൻ്റെ മനസ്സിന് എന്ത് കുഴപ്പമുണ്ടാക്കുന്നു, എൻ്റെ ചിന്തകൾക്ക് എന്ത് കുഴപ്പമുണ്ടാക്കുന്നു, എൻ്റെ സമൂഹത്തിന് എന്ത് കുഴപ്പമുണ്ടാക്കുന്നു, എൻ്റെ കുടുംബത്തിന് എന്ത് കുഴപ്പമുണ്ടാക്കുന്നു, എൻ്റെ നാടിനെന്ത് കുഴപ്പമുണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഇടമാണ് കണ്ടുപിടിക്കേണ്ടത്. തൻ്റേടികളാകണമെന്നാണ്. പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള തൻ്റേടികളാകണമെന്ന്. തൻ്റേടി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം കണ്ടുപിടിക്കുന്നവർ, തൻ്റെ സ്പേസ് കണ്ടുപിടിക്കുന്നവർ. ഇവിടെ സ്പേസ് ഇല്ലാതെ, ഒക്കേഷൻ ഇല്ലാതെ, അവസരമില്ലാതെ ഒരാളും വളർന്നിട്ടില്ല, ഒരു ശക്തിയും വളർന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ സ്പേസ് എന്താണ്, എൻ്റെ ശക്തിയുടെ ഇടം എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, സ്പേസും അതുപോലെ എനർജിയും ഊർജത്തിൻ്റെ പ്രവാഹമാണ് ഈ ജീവിതം മുഴുവൻ. എല്ലാ ഊർജമാണ്, സകലത് ഊർജത്തിൻ്റെ പ്രവാഹമാണ്. അതുപോലെ സ്പേസ് എന്ന് പറയുന്നത് സ്ഥലം, ഇരിക്കാനുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. അത് ചിന്തകളുടെ ആയാലും ശരീരത്തിൻ്റെ ആയാലും എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സ്പേസ് എന്നുള്ള വിശാല അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത്. അതുപോലെ തന്നെയാണ് മാറ്റർ, വസ്തു എന്ന് പറയുന്ന ഘടകം എന്ന് അതിൻ്റെ സൂക്ഷ്മ ഘടകങ്ങളെയാണ് ചിന്തിക്കേണ്ടത്. സ്ഥൂലാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വ്യവഹാരിക അവസ്ഥയിൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള ഷെയ്പ്പോ രൂപമോ ഭാവത്തിനോ അപ്പുറമുള്ള സൂക്ഷ്മതലത്തിലുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ പഠിക്കലും മനസ്സിലാക്കലുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും സമയം തുല്യമാണ്. ആ തുല്യമായ സമയത്തെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഇന്നലകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അഭിരമിക്കരുത്, ഇന്നലകളിൽ ദുഃഖമുണ്ടാക്കരുത്. എന്നാൽ ഇന്നലകളെ ഓർക്കണം. നമ്മൾ ഇന്നലകളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ കിട്ടാനുണ്ട്, ഇന്നലകളിൽ നിന്ന് നമുക്ക് അനുഭവങ്ങൾ കിട്ടാനുണ്ട്, ഇന്നലകളിൽ നമുക്ക് ആനന്ദം കണ്ടെത്താനുണ്ട്, ഇന്നലകളെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി? നാളകളെക്കുറിച്ച് ആശങ്കപ്പെടാനല്ല, നാളകളെക്കുറിച്ച് ബുദ്ധിമുട്ടാനല്ല. ഇന്നെൻ്റെ കയ്യിലുണ്ട്, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആ ഇന്നെൻ്റെ കയ്യിലുള്ള ഇന്നെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നെന്ന് പറയുന്നത് ഇപ്പോഴാണ്, ഈ നിമിഷമാണ്. അങ്ങനെ ഓരോ നിമിഷവും മനുഷ്യൻ ആനന്ദിച്ച് സന്തോഷിച്ച് അവൻ്റെ ഭൗതിക ജീവിതത്തെ വളരെ വലിയ മെച്ചപ്പെടുത്തുന്ന തോതിലാക്കി, അതിനാവശ്യമുള്ള ധനം സമ്പാദിക്കണമെങ്കിൽ ധനം സമ്പാദിച്ച്, അതിനാവശ്യമുള്ള ആരോഗ്യമുണ്ടാക്കണമെങ്കിൽ ആരോഗ്യമുണ്ടാക്കി, അതിനാവശ്യമായ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പോകണം എന്നാണ് ആത്മീയതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ഗൃഹസ്ഥാശ്രമിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യവും ഏറ്റവും സങ്കീർണമായ കാര്യവും. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അറിവ് നേടുന്ന ബ്രഹ്മചര്യകാലത്ത് അറിവ് നേടുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഗൃഹസ്ഥാശ്രമിയാകുമ്പോൾ ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾ ഒരുപാട് വരികയും മക്കളും കുടുംബവും ഭാര്യയും ഭർത്താവും ബന്ധുമിത്രാദികളും ജീവിതത്തിൻ്റെ ഭാരം വല്ലാതെ പുറത്ത് കയറുന്ന അല്ലെങ്കിൽ പേറേണ്ടുന്നൊരു കാലത്തിലൂടെ കടന്നു പോകും. അത് വളരെ ക്ലിയറായി നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു അർഹത നേടുന്നത്. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കി ഓരോ ഘട്ടത്തിലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായി നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും എന്തെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കുക തന്നെ വേണം. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഈ പ്രപഞ്ചവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നും അതിൻ്റെ പഞ്ചഭൂതങ്ങളാകുന്ന വസ്തുക്കളെ കൊണ്ടാണ് ഞാനും നിർമ്മിച്ചിരിക്കുന്നതെന്നും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് എന്നുള്ള
ഒരു ചിന്ത വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം, പ്രപഞ്ചത്തിൻ്റെ നാദം, പ്രപഞ്ചത്തിൻ്റെ താളം എനിക്കും അറിയാൻ കഴിയും. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ നാദവും പ്രപഞ്ചത്തിൻ്റെ താളവും പ്രപഞ്ചത്തിൻ്റെ രീതികളും പ്രപഞ്ചത്തിൻ്റെ സത്യവും പ്രപഞ്ചത്തിൻ്റെ ഉൾച്ചേർച്ചയും പ്രപഞ്ചത്തിൻ്റെ ഉന്മയുമൊക്കെ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ കൃത്യമായ മനുഷ്യനായി മാറുന്നത്, മാനവനായി മാറുന്നത്. അങ്ങനെ ഓരോ മനുഷ്യനും അവനവൻ്റെ സ്വത്വം മനസ്സിലാക്കി അവനവൻ്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ആ പരിമിതികളെ സാധ്യതകളാക്കി അവരവരുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ആ സാധ്യതകളെ വലിയ സാധ്യതകളാക്കി മാറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഓരോ പരിമിതിയെയും ഓരോ പ്രശ്നത്തെയും അവസരങ്ങളായി എടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ പെരുമ്പാമ്പാവുക എന്നൊക്കെ പറയാറുണ്ട്. പ്രശ്നങ്ങളിൽ അവിടെ നിന്ന് നമുക്ക് വളരെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തതിലേക്ക് ചിന്തിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് വളരെ ക്രിയേറ്റീവായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാം. ജോലി കിട്ടി, ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, സുഖമാണ്, എൻ്റെ ജോലി അവസാനിച്ചു എന്ന് ചിന്തിക്കാതെ വളരെ ഗൗരവമായി വളരെ ക്രിയേറ്റീവായി ഓരോ നിമിഷത്തെയും നമുക്കങ്ങനെ പ്രയോജനപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പലതരത്തിലുള്ള ചിന്തകളായിരിക്കും, പ്രവർത്തികളായിരിക്കും, ഓരോ കർമ്മങ്ങളായിരിക്കും ഉണ്ടാകുക. അത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുകയും തീരുമാനിക്കുകയും അതിൽ ആനന്ദിച്ച് സന്തോഷിച്ച് അഭിരമിച്ച് ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ ഇന്നലകളെ നമുക്ക് പോയി, ഞാനിപ്പോൾ സംസാരിച്ച് തുടങ്ങിയ സമയം എൻ്റെ കയ്യിലില്ല, എനിക്ക് ഇന്നലെ ഇനി കളിക്കണമെന്ന് കുഞ്ഞ് പറയുന്നത് പോലെ, കുഞ്ഞ് കളിപ്പാട്ടത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കിയപ്പോൾ അച്ഛൻ മേടിച്ചു കൊടുത്തില്ല. പിറ്റേ ദിവസം അച്ഛൻ മേടിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞ് പറഞ്ഞു എനിക്ക് ഇന്നലെ കളിക്കണമായിരുന്നു, ഇന്ന് ഞാൻ കളിക്കുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ സത്യവും മനസ്സിലാക്കിയാൽ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരാളെ പോലെ മറ്റൊരാളില്ല. ഒരു ഇരട്ടക്കുട്ടി ജനിച്ചാൽ പോലും ഒരേ സമയത്ത് രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കാറില്ലല്ലോ. സമയം പോലും ചെറിയ വ്യത്യാസം കാണും, മിനിറ്റുകളുടെ വ്യത്യാസമെങ്കിലും, സെക്കൻഡുകളുടെ ആദ്യം ഒരു കുഞ്ഞ് വരുന്നു, അടുത്ത കുഞ്ഞ് പ്രസവിക്കുന്നു. ആ സമയത്തിൽ വ്യത്യാസം കാണും, രൂപത്തിൽ വ്യത്യാസം കാണും, സ്വഭാവത്തിൽ വ്യത്യാസം കാണും. കണ്ടാൽ ഏകദേശം ഒന്നുപോലെ ഇരിക്കും, പക്ഷേ വലിയ വ്യത്യാസം കാണും വളർന്നു വരുമ്പോൾ. അപ്പോൾ ഇരട്ടക്കുട്ടികളായാൽ പോലും കൃത്യമായ വ്യത്യാസം, ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്വത്വബോധം നമുക്കുണ്ട്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, ആ സ്വത്വബോധത്തിൽ മാനവരാശി തിരിച്ചറിയേണ്ടത്, മനുഷ്യൻ്റെ ശരീരമെന്ന കൺസെപ്റ്റ് എല്ലാവർക്കും തുല്യമാണ്. അത് ചിലപ്പോൾ വലിപ്പം കൂടുതലായിരിക്കും, വലിപ്പം കുറവായിരിക്കും, നിറമുണ്ടായിരിക്കും, അത് വേറെ വിഷയമാണ്, അത് ആപേക്ഷികമാണ്. പക്ഷെ അതേസമയം ശരീരം, മനസ്സ് എല്ലാവർക്കും ഉള്ളതാണ്, ജീവൻ എല്ലാവർക്കും ഉള്ളതാണ്, ജീവനുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, ആത്മാവ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ യുണീക്കാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞാലുള്ള ഗുണം, എനിക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും, എനിക്ക് വളരെ ക്രിയേറ്റീവായി ചെയ്യാൻ പറ്റും. മറ്റൊരാളിൽ നിന്ന് ഞാൻ മാതൃക എടുക്കണോ, മറ്റൊരാളിനെ പോലെ ഞാൻ മോഡലാകണോ? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, ഒരിക്കലും മോഡലാകാൻ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വിജയിച്ചവരുടെ കഥ അങ്ങനൊരു കഥയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റൊരാളിൻ്റെ വിജയം നാം കാണുമ്പോൾ അയാൾ പ്രസിഡൻ്റായി, അദ്ദേഹം വിജയിച്ചുവോ? ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം എന്ന് പറയുന്ന ആള് നമ്മളെല്ലാവരും പറയുന്നത് വിജയിച്ച വ്യക്തിയായിട്ടാണ്, നമ്മൾ വിജയപുത്രനായിട്ടാണ്, ഇന്ത്യയുടെ വിജയപുത്രനായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, അദ്ദേഹം ഭാര്യയുടെ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല, ഭാര്യയുടെ ആനന്ദം എന്തെന്നറിഞ്ഞിട്ടില്ല, മക്കൾ സ്വന്തമായില്ല, ഒരു പിതാവാകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആനന്ദം എന്തെന്നറിഞ്ഞിട്ടല്ല അദ്ദേഹം ഈ സമ്പൂർണമായ ലോകത്തുനിന്ന് പോയത്. അത് വേണോ വേണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്, നമുക്കതിനകത്ത് ചോയ്സ് ഇല്ല. പക്ഷേ മാറി നിന്ന് നോക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പദവിയെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നോക്കിയിട്ട് ഇതാ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഒരു വലിയ വ്യവസായി അല്ലെങ്കിൽ വൻകിടമായി വന്നൊരു സാഹിത്യകാരൻ, വലിയ ആളുകൾ ആരും ആയിക്കോട്ടെ, അവർ മരണസമയത്ത്, മരണത്തിന് തൊട്ട് മുമ്പ് അവർ അനുഭവിക്കുന്ന വേദനകൾ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾ കാണാതെ പോകരുത്. നാം ഇഷ്ടപ്പെട്ടൊരു നടനാണ് ശ്രീനിവാസൻ, ഒരു ലെജൻഡാണ്. പക്ഷെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വ്യഥ എന്ന് പറയുന്നത് ചെറുതല്ല. ആ ഒരു വലിയ ഹാസ്യവും പല രൂപത്തിലുള്ള കഥകളെ അവതരിപ്പിച്ചുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുള്ള ശ്രീനിവാസൻ്റെ അവസാന കാലം അത്ര സുഖകരം ആയിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അത് അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും കുഴപ്പമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആരാണ് വിജയിച്ച മനുഷ്യൻ, ആ ഉദാഹരണം എടുക്കാനാണ്, അല്ലാതെ ശ്രീനിവാസൻ്റെ കുഴപ്പം പറയാനോ അല്ലെങ്കിൽ അബ്ദുൽ കലാമിൻ്റെ കുഴപ്പം പറയാനോ അല്ല ഞാൻ ഈ ഭാഗം എടുക്കുന്നത്. ഈ ഉദാഹരണം എടുക്കുന്നത് വിജയിച്ചവർ ആരാണ്. സ്വാമി വിവേകാനന്ദനെ പോലെ ലോകം മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ടുള്ള
സന്യാസിയാണോ വിജയിച്ചത്? 49ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, അദ്ദേഹമാണോ വിജയിച്ചത്? അതോ മൗനമായിരുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യമെന്തെന്ന് അന്വേഷിച്ച് വർഷങ്ങളോളം മൗനമായിരുന്ന സന്യാസി വര്യനാണോ വിജയിച്ചത്? ആരാണ് വിജയിച്ചത്? ആരാണ് ആനന്ദം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ആനന്ദത്തെ നമുക്ക് ആപേക്ഷികമല്ലാതെ റിയലിസ്റ്റിക്കായി പറയാൻ കഴിയുക? ഞാൻ ഉറങ്ങിയപ്പോൾ എനിക്ക് ആനന്ദം കിട്ടി, ഞാൻ ഉണർന്നിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ആനന്ദം കിട്ടി, ഞാൻ ഉറങ്ങാതിരുന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാതിരുന്ന് ജോലി ചെയ്തപ്പോൾ എനിക്ക് ആനന്ദം കിട്ടി, ഞാൻ ഉറങ്ങാതെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ആനന്ദം കിട്ടി, ഞാൻ ഉറങ്ങാതിരുന്ന് എഴുതിയപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് ആനന്ദം കിട്ടി. ഈ ഹാപ്പിനെസ്സിനെ, ആനന്ദത്തെ നമുക്ക് എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയുക? ഒരാളിന് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ വെള്ളം കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് വസ്ത്രം കൊടുത്തു, പാർപ്പിടം കൊടുത്തു, ഇതെല്ലാം കൊടുത്തിട്ടും ആനന്ദമാണോ എന്ന് കണ്ടെത്താൻ മനുഷ്യന് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആത്മീയത കടന്നു വരുന്നത്. നമുക്ക് വ്യക്തിപരമായി ഭൗതികമായ നേട്ടങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, അത് ഞാൻ പറഞ്ഞ പോലെ ആഹാരവും വസ്ത്രവും വെള്ളവും ഒക്കെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കിട്ടി, വീടും റോഡും പാലവും കെട്ടിടങ്ങളും പിന്നെ അതുപോലെ തന്നെ കാറും എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടുമ്പോഴും മനുഷ്യർ ദുഃഖത്തിലാണ്. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ സുഖമായിരിക്കുന്നത്, ഓ അങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയാൻ വലിയ കുഴപ്പമില്ല, വലിയ പരിക്കില്ല എന്നല്ല. ഞാൻ സമ്പൂർണമായി ആനന്ദത്തിലാണ്, ഞാൻ സമ്പൂർണമായി സന്തുഷ്ടനാണ്, ഞാൻ 100% സന്തുഷ്ടനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. എന്തെന്നാൽ നമ്മൾ അഭിരമിച്ചിരിക്കുന്നത് ഇന്നലകളിലാണ്, നമ്മൾ അഭിരമിച്ചിരിക്കുന്നത് ബന്ധങ്ങളിലാണ്, നമ്മൾ അഭിരമിച്ചിരിക്കുന്നത് ബന്ധനങ്ങളിലാണ്. സമ്പത്തെന്ന ബന്ധത്തിലും അധികാരം, സമ്പത്ത്, മദ്യം തുടങ്ങി ഒരുപാട് ബന്ധങ്ങളിലാണ്, ബന്ധങ്ങളിലെ ബന്ധനങ്ങളിൽപ്പെട്ടാണ് മാനവരാശി ഉഴലുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ചെടുക്കുക, നമ്മുടെ മനസ്സിനെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അങ്ങനെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ചോദിച്ച പോലെ മൗനിയായിരിക്കുന്ന ആളാണോ സന്തോഷിക്കുന്നത്, അതോ പറന്നു നടക്കുന്ന ആളാണോ സന്തോഷിക്കുന്നത്? 100 കണക്കിന് രാജ്യങ്ങൾ സന്തോഷിച്ചുള്ള സന്തോഷ് കുളങ്ങരയാണോ സന്തോഷിക്കുന്നത്, അതോ വനത്തിൽ താമസിച്ച് കാട്ടിൽ നിന്ന് ഒരു നിമിഷം പോലും പുറത്തു പോകാതെ വനത്തിൽ ജനിച്ച് വനത്തിൽ തന്നെ വളർന്ന് വനത്തിൽ മാത്രം സന്തോഷിച്ച് ആനന്ദത്തോടുകൂടി കഴിയുന്ന, കാട്ടിലെ വിഭവങ്ങൾ മാത്രം കഴിയുന്ന കാട്ടിലെ ആദിവാസിയാണോ സന്തോഷിക്കുന്നത്? ഈ ചോദ്യമാണ് മാനവരാശി ഉയർത്തേണ്ടത്. അങ്ങനെ ചോദ്യം ഉയർത്തുമ്പോൾ എൻ്റെ ആനന്ദം എന്താണെന്ന് ഞാൻ കണ്ടെത്തണം, എൻ്റെ സന്തോഷം എന്താണെന്ന് ഞാൻ കണ്ടെത്തണം, എൻ്റെ ക്യാൻവാസ് എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം, എൻ്റെ ഡെസ്റ്റിനി ഞാൻ തിരിച്ചെടുക്കണം. ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ഡെസ്റ്റിനി തിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ ഡെസ്റ്റിനി ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ഓടേണ്ടി വരും, ഒരുപാട് പേരുടെ സഹായം തേടേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, ഒരുപാട് എഴുതേണ്ടി വരും, വായിക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ ഡെസ്റ്റിനി എന്തെന്ന് നാം മനസ്സിലാക്കിയാൽ, അപ്പോഴും ഒരു ചോദ്യമുണ്ട്, മാറിക്കൊണ്ടിരിക്കില്ലേ? തീർച്ചയായും മാറും. വിദ്യാർത്ഥിയുടെ ഡെസ്റ്റിനി ആയിരിക്കില്ല അധ്യാപകൻ്റെതായിരിക്കത്തില്ല, കുടുംബിനിയുടെ ഡെസ്റ്റിനികൾ മാറാം. പക്ഷെ മാറുമ്പോഴും താൽക്കാലികമായിട്ടെങ്കിലും നമ്മുടെ ഡെസ്റ്റിനിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ, ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡെസ്റ്റിനിയിൽ നമ്മൾ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിൽ, അതിൻ്റെ സ്പിരിച്വാലിറ്റി നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ദുഃഖിതരാവും. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. മതി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് മനുഷ്യന്. എനിക്ക് ഇത്രയും ഫുഡ് മതി, ഇത്രയും വസ്ത്രം മതി, ഇത്രയും വാഹന സൗകര്യം മതി, ഈ വീട് മതി, ഈ യാത്രാ സൗകര്യം മതി, എനിക്ക് ഇത്ര മക്കൾ മതി, എനിക്കിത് മതി എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ പറയുന്ന മനസ്സിനെയാണ് നമ്മൾ ആത്മീയതയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ട എന്നല്ല, നാളെക്കുറിച്ചുള്ള കിട്ടണ്ട എന്നല്ല, അടുത്തത് വേണ്ട എന്നല്ല, കൂടുതൽ ഉണ്ടാക്കണ്ട എന്നല്ല. പക്ഷേ ഒരു വസ്തു കിട്ടുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് മതിയെന്ന് പറയാനും കിട്ടാൻ വേണ്ടി നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രിയേറ്റീവായി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്നിലെ ആത്മീയതയ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞിരിക്കുകയും കിട്ടാത്തതിൽ ദുഃഖിച്ചിരിക്കുകയും കിട്ടിയതിൽ തന്നെ ദുഃഖിച്ചിരിക്കുന്നു, ഇനി കിട്ടാത്തതിലും ദുഃഖിക്കുന്നു. കിട്ടിയവരിൽ ദുഃഖിക്കുന്നത് ആരാ? എത്ര കിട്ടിയിട്ടും പോരാ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവർ. വേറെ കുറച്ച് പേരാണെങ്കിൽ കിട്ടാത്തതിൽ ദുഃഖം, ഇനി കിട്ടിയവർക്ക് തന്നെ കിട്ടാത്തതിലും ദുഃഖം. അപ്പോൾ കിട്ടിയതിൽ ദുഃഖം, കിട്ടാത്തതിൽ ദുഃഖം, ഒരിക്കലും കിട്ടാത്തതിൽ ദുഃഖം, അങ്ങനെ ഒന്നും കിട്ടാത്തവരിൽ ദുഃഖം. ഇങ്ങനെ നമുക്ക് ദുഃഖത്തിൽ ജനിച്ച് ദുഃഖത്തിൽ വളർന്ന് ദുഃഖത്തിലൂടെ ദുഃഖം തന്നെ കണ്ടു പോകാൻ നമുക്ക് കഴിയില്ല മാനവരാശിക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ബി ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ ചിന്താമണ്ഡലത്തെ നമുക്ക് ഉണർത്തിയെടുക്കണം. അതിന് നമുക്ക് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ ചിന്തകളെ പരുവപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മനസ്സ് തുറന്ന് കാണേണ്ടതുണ്ട്, ചുറ്റും നോക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം 800 കോടി ആളുകൾക്ക്
8,000 കോടി പോലും അല്ല സ്വപ്നങ്ങൾ. അത്രമാത്രം സ്വപ്നങ്ങളുണ്ട്, അത്രമാത്രം ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിവർത്തിക്കാനുള്ള സ്വത്ത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ അതെങ്ങനെ, എപ്പോൾ, എവിടെ, എത്ര എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ നമുക്കുണ്ടായാൽ അവിടെയാണ് സത്യത്തിൻ്റെ, അഹിംസയുടെ, അല്ലെങ്കിൽ ന്യായത്തിൻ്റെ, നീതിയുടെ, കരുണയുടെ, സഹാനുഭൂതിയുടെ, സഹിഷ്ണുതയുടെയൊക്കെ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ വളരെ മനോഹരമായി, സുന്ദരമായി നമുക്ക് ഈ കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടി വരുന്നത്, അവിടെയാണ് ജലം മലിനമാക്കാതിരിക്കേണ്ടി വരുന്നത്, അവിടെയാണ് വായു മലിനമാക്കാതിരിക്കേണ്ടി വരുന്നത്. കാരണം ഇതിലാണ് ഞാൻ നിലനിൽക്കുന്നത്. എൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന ഓടയെ ഞാൻ കെട്ടിയടച്ച് അതിലേക്ക് കൊതുക് വന്നാൽ ആദ്യം കൊല്ലുന്നത് എന്നെ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ എന്നിലെ ആത്മീയ മനുഷ്യനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതൊരു സാധകൻ്റെ യാത്രയാണ്, നമ്മുടെ ചിന്താമണ്ഡലത്തെ ഉണർത്തുന്ന പ്രവർത്തനമാണ്. ഞാൻ ആരാണ്, എനിക്കെന്തൊക്കെയാണ് വേണ്ടത്, എനിക്കെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, ഇന്നലകളെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, വരാനിരിക്കുന്ന നാളുകളെ ഞാൻ എങ്ങനെ സ്വീകരിക്കണം. അപ്പോഴും ഇന്ന്, എൻ്റെ കയ്യിലുള്ള ഇന്ന് നമ്മളെങ്ങനെ ക്രിയേറ്റീവായി ഉപയോഗിക്കും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് തൻ്റേതായിട്ടുള്ള ഇടം കണ്ടെത്തുന്ന ഒരു മനുഷ്യരായി നമ്മളെങ്ങനെ മാറും. തൻ്റെ ഇടം കണ്ടെത്തി അതിനെ വിപുലപ്പെടുത്തി പോകുന്നവൻ തൻ്റേടി എന്ന് പറയാം നമുക്ക്. ആണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ തൻ്റെ ഇടമുള്ളവരായി തന്നെ പോകണം. അവിടെയും ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഏത് തരത്തിലുള്ള കർമ്മമാണ് നമ്മൾ എടുക്കേണ്ടത്? സത്കർമ്മം എടുക്കണമോ, ദുഷ്കർമ്മം എടുക്കണമോ? സത്കർമ്മം എടുക്കുമ്പോൾ എത്ര ലെവൽ വരെ നമുക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ മനോഹരമായി നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ജീവിതത്തെ ജന്മാന്തരങ്ങളോളം കൊണ്ടുപോകുന്ന, ഒരു ജന്മമല്ല പല ജന്മങ്ങളോളം ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ ചാക്രിക വ്യവസ്ഥയുടെ ഭാഗമായി നിങ്ങളും ഞാനും മാറുമ്പോഴാണ് ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു പുതുമയുടെ, ഒരു സന്തോഷത്തിൻ്റെ, ഒരു സൗന്ദര്യത്തിൻ്റെ, ഒരു ആനന്ദത്തിൻ്റെ പുതിയ ഇടം വരുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തൻ്റെ ഇടം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. തൻ്റെ ഇടം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയിലൂടെ തനിക്കെല്ലാം വെട്ടിപ്പിടിച്ച് വയ്ക്കുന്നതിന്, തനിക്കെല്ലാം എടുത്തു വയ്ക്കുന്നതിനുള്ള ഇടം കണ്ടെത്തലല്ല. ആനന്ദത്തിലൂടെ, സന്തോഷത്തിലൂടെ, സൗന്ദര്യത്തിലൂടെ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തുന്ന മനുഷ്യരാണ് വളരെ പ്രധാനമായി ജീവിതം ആസ്വദിക്കുന്നത്, ആനന്ദിക്കുന്നത്. അങ്ങനെ തൻ്റെ ഇടം കണ്ടെത്തുന്നവരാണ്, ചെറുപ്പക്കാരാണ് ജീവിതം നന്നായി കൊണ്ടുപോകുന്നത്. അങ്ങനെ തൻ്റെ ഓരോ നിമിഷത്തിലും തൻ്റെ ഇടം കണ്ടെത്തുന്ന, തൻ്റെ സ്പേസ് കണ്ടെത്തുന്ന, ആ കിട്ടുന്ന സ്പേസിൽ പരമാവധി സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന നന്മയുടെ ഇടങ്ങളായി നമുക്ക് മാറണം. അങ്ങനെ നിങ്ങൾ അന്വേഷികളാകൂ, നിങ്ങൾ 100% അന്വേഷികളാകൂ എന്നാണ് പറയുന്നത്. കൃഷ്ണൻ അവസാനം, ഞാൻ പലവട്ടം പല വീഡിയോയിൽ പറഞ്ഞ കൃഷ്ണൻ അവസാനം അർജുനനോട് പറയുന്നുണ്ട്, ലാസ്റ്റ് സ്റ്റാൻസിലൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ എന്തെല്ലാം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നീ ഇനിയും അന്വേഷിക്കുക, ഇവിടെ തുടരരുത്. അതുകൊണ്ട് ജീവിതം ഒരു അന്വേഷണമാണ്, ഒരു യാത്രയാണ്. ജനനത്തിൽ നിന്ന് മരണം വരെയുള്ള യാത്ര എന്ന് പറയാം, മരണത്തിൽ നിന്ന് അടുത്ത ജനനത്തിലേക്കുള്ള അതിവിശാലമായ വിപുലമായ യാത്ര.